എത്ര പൊടിപടലങ്ങൾ വന്നാലും കണ്ണ് ചിമ്മാതെ ഓടാനുള്ള കഴിവ് കുതിര ഓടുന്നുണ്ടല്ലേ. നമ്മളങ്ങനെ ഒരു പൊടിയാണ് വീശിയിട്ടുണ്ടെങ്കിൽ എത്ര ആക്സിഡന്റ് ഉണ്ടാകും ഗൾഫിൽ. ഒരു പൊടിക്കാറ്റടിച്ചാലേ ആ പൊടിക്കാറ്റിലും എത്തേണ്ടടുത്ത് എടിക്ക്. അതുകൊണ്ടാണ് കുതിരയിൽ ബറക്കത്തുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഖൈലു മഅഖൂദുൻ ബിനവാസിഹൽ ഖൈർ. കുതിരയിൽ വലിയ ബറക്കത്തുണ്ട്, വലിയ ഖൈറുണ്ട് കുതിരയിൽ. ആ കുതിര ഇങ്ങനെ താഴ്ന്ന വിലയായി എന്ന് പറയുമ്പോൾ തങ്ങൾ പറയാണ് ലാ തുർക്കബുൽ ഹർബിൻ അബദ. അന്നാരും കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോകൂല, അതുകൊണ്ട് വില പറഞ്ഞു. ആവശ്യങ്ങൾക്കനുസരിച്ച് വില കൂടുക, ഡിമാൻഡ് അങ്ങനല്ലേ. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് വിലയും കൂടുതൽ. അന്ന് യുദ്ധത്തിന് പോകാനൊന്നും ആരും കുതിര ഉപയോഗിക്കൂല, ഒരു ഉല്ലാസയാത്രക്കാണ് വില പറഞ്ഞു. അങ്ങനല്ല, പണ്ടങ്ങനല്ല, സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനല്ല. കുതിരപ്പുറത്ത് ഇങ്ങനെ പോകാൻ ഒരു കഴിവും യോഗ്യതയും പക്വതയൊക്കെ ഉള്ള ആളാണ് ഒരു പോരാളിയെങ്കിൽ ആളൊരു വല്ലാത്ത വരവാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചിലരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വന്നു എന്ന് ഹദീസിലും മറ്റൊക്കെ പറയുന്നിടത്ത് ഒരു കുതിരപ്പുറത്ത് ഒരാൾ വന്നു എന്നുള്ള രൂപം കാണാം. കൈതപ്പുറത്തല്ല, കുതിരപ്പുറത്ത്. അതൊരു ധീരതയുടെയും ഒരു ബഹുമാനത്തിന്റെയും ഒരു മികവിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ടുണ്ടെന്നാണ് ഒക്കെ വില പറയാ. അപ്പൊ പിന്നെ കാളൊക്കെ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. കാളകൾക്കൊന്നും വില ഓവർ ഉണ്ടാകൂല. അതെന്റെ കൃഷിക്ക് കാളന് ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഭൂമിയിൽ മുഴുവൻ കൃഷി. അതിപ്പോ നമ്മളോട് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നുണ്ട് അല്ലേ. എവിടെ കാള കൂട്ടുന്നു എത്ര കുറഞ്ഞ്. പണ്ടൊക്കെ ഈ പരിസരത്ത് കാള കൂട്ടാൻ എത്ര കാളകളുണ്ടായിരുന്നു. നിങ്ങളെ കാളനെ നാളെ നമ്മൾ ബുക്ക് ചെയ്തിട്ടോ, അപ്പൊ അടുത്ത ആഴ്ച ബുക്ക് ചെയ്തു, പിറ്റത്തെ ആഴ്ച ബുക്ക് ചെയ്തു എന്നല്ലേ പല ബുക്കിങ്ങിന് വരുന്നുണ്ടോ. ആളുകളല്ല സല്ലല്ലാഹു എന്ന് പറഞ്ഞ് നടക്കുന്നത്, ആർക്കും വേണ്ടത്. എവിടെയെങ്കിലും അപൂർവമായിട്ടുണ്ടാകും. അപ്പൊ അതിനും വില ഓവർ ഉണ്ടാകൂല. അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് മഹാനവറുകൾ ഭൂമിയിൽ സുരക്ഷിതത്വവും മറ്റുമൊക്കെ സ്ഥാപിച്ച് നല്ല സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഭൂമിയിൽ 40 വർഷം താമസിക്കുമെന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിൽ നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കും. ചില റിപ്പോർട്ടുകളൊക്കെ 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പറയുന്നുണ്ട്. ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്നും മറ്റേ കുട്ടിക്ക് മൂസ എന്നും പേരിടും എന്നും കാണാം ഹദീസിൽ. ചില റിപ്പോർട്ടിൽ ഒരു പെൺകുട്ടി കൂടി ജനിക്കും, പക്ഷെ ആ പെൺകുട്ടി നേരത്തെ മരണപ്പെടും എന്നും കാണുന്നുണ്ട്. ഏതായാലും കല്യാണം കഴിക്കുന്ന ഉറപ്പാണ്, മക്കൾ ഉണ്ടാകും എന്നുള്ളത് ഹദീസിൽ അങ്ങനെ വിരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നേരത്തെ കല്യാണം കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കല്യാണം കഴിക്കണം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുത്ത് വരും. നിങ്ങൾ പറയാണ് മദീനയിൽ വരും, എന്റെ ഖബറിങ്കൽ വന്ന് സലാം പറയും, ഞാൻ ആ സലാം മടക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദീസ് കേൾക്കുന്ന ആൾക്കാരെ വിളിച്ചു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും, സലാം പറയും, ആ സലാം നിങ്ങൾ മടക്കും എന്ന് പറയുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഐ ബനി അഖി ഇദാ റഅയ്തുമൂഹു ഫഖൂലു അബൂ ഹുറൈറത യുഖ്രിഉക സലാം. നിങ്ങൾ ഈസാ നബിയെ കണ്ട എൻ്റെ ഒരു സലാം പറയണം. നമ്മളോട്, ഇനി അടുത്ത ആൾക്കാരോട്, ഈ ശബ്ദം അങ്ങനെ പോകുന്ന ആൾക്കാരോട് അബൂ ഹുറൈറ തങ്ങൾ ഏൽപ്പിക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോ എന്റെ ഒരു സലാം നിങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറയും, തങ്ങൾ ആ സലാം മടക്കുകയും ചെയ്യും. ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ അടുത്ത് നിന്ന് തങ്ങളെ വിളിക്കാൻ, തങ്ങളെ വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതയാണെന്ന് ചില വാദക്കാർ. ഇപ്പൊ ഒന്നും വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ പ്രശ്നമാണേ, ഔട്ടാണ്. അപ്പൊ ഈസാ നബി വിളിക്കുന്ന ഹദീസിൽ അതെ ഇസ്നാദുഹു സ്വഹീഹുൻ, സ്വഹീഹ് ഹദീസ്, അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈസാ നബിന്റെ പ്രത്യേകതക്ക് മാത്രം ശിർക്ക് പറ്റുന്നോ? അങ്ങനെ ഉണ്ടോ? അല്ല, ഇപ്പൊ വിളിച്ചാല് പുറത്താണ്, നമ്മൾ യഥാർത്ഥ വഴിയിൽ നിന്ന് പുറത്താണ്. ഈസാ നബിക്ക് മാത്രം അന്ന് ശിർക്കിന് പ്രശ്നമില്ലാന്നും ഇന്ന് പ്രശ്നമുണ്ടോ? പ്രശ്നമാണെങ്കിൽ എന്നും പ്രശ്നമല്ലേ? അത് ശിർക്കല്ല, ആ വിളി ശിർക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിളിക്ക് ഉത്തരം ചെയ്യും എന്നൊരു വിഷയം പറഞ്ഞപ്പോ എന്ത് ബോധ്യപ്പെട്ടു? തങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കാണുകയാണ്. ഉത്തരം ചെയ്യും, എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് വിളിക്കുമ്പോ ഞാൻ ഉത്തരം ചെയ്യും. ഇന്നും തങ്ങളുടെ ഡ്യൂട്ടി അതാണ്. ഉമ്മത്തിന്റെ അമല് നോക്കുന്നു. നമ്മുടെ ഈ സദസ് അവിടുന്ന് നോക്കുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴുള്ള ഡ്യൂട്ടി? ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അന്നദുറു ഫീ അഅമാലി ഉമ്മത്തിഹി, ഉമ്മത്തിന്റെ കർമ്മങ്ങളിൽ തങ്ങൾ നോക്കുന്നു. വൽ ഇസ്തിഗ്ഫാറു ലിമുസീഇഹിം, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നു. ഉമ്മത്തിനോടുള്ള കനിവാണ്. പോരാ, വദ്ദുആഉ ബികശ്ഫിൽ ബലാഇ അൻഹും, ഉമ്മത്തിന് വരുന്ന പ്രതിസന്ധി പരീക്ഷണം നീങ്ങിക്കിട്ടാൻ തങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലാഹുവിനോട്.
അതും പോരാ, നാലാമതായി ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി മടങ്ങുന്നു, അവിടെയൊക്കെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി. ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുന്നു. അതുകൊണ്ടല്ലേ പല മജ്‌ലിസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജരായതും തങ്ങൾ വന്ന വിവരങ്ങൾ പറഞ്ഞതും പിന്നീട് മഹാന്മാർ രേഖപ്പെടുത്തി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സ് പോലെയുള്ള സദസ്സുകളിലൊക്കെ അന്നത്തെ മഹാന്മാർ നേർക്ക് നേരെ ഇങ്ങനെ നിൽക്കൂല. ഇമാം മാലിക് തങ്ങളോട് ചോദിക്കും, എന്താ ഉസ്താദേ നിങ്ങൾ നേർക്ക് നിൽക്കാത്തത്? നേർക്ക് ഇങ്ങനെ നിൽക്കൂല, ഒന്ന് കുനിഞ്ഞു നിൽക്കും. ചിലപ്പോൾ ചോദിക്കും, എന്താ ഉസ്താദ് ഇങ്ങനെ വല്ലാതെ കുനിഞ്ഞിട്ടുള്ളത്? ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളും കാണുമ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുള്ളൂ. ഈ മജ്‌ലിസിൽ ഞാൻ കാണുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ മജ്‌ലിസുകളിൽ തങ്ങൾ പങ്കെടുക്കുന്നു. അഞ്ചാമത്തത് വഹുദൂറു ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളുടെ ജനാസക്ക് സംബന്ധിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയോരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കണ്ട ഒരു മഹാൻ ചോദിച്ചു, എന്താ തങ്ങളെ തങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമല്ല, അന്തളിറു ജനാസത മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങളെ ജനാസ കൊണ്ടുവരുന്നുണ്ട്, അത് കാത്തിരിക്കുകയാണ്. അതിന്റെ കൂടെ പോകാൻ, സംബന്ധിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞ അള്ളാഹു പറഞ്ഞത്, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നാക്കി ചെയ്യണം. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങളെ ചെയ്തികൾ കാണുന്നത് അള്ളാഹു മാത്രമല്ല, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂൽ, വൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും മഹാന്മാരൊക്കെ കാണുന്നുണ്ട്. ഓരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാകുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളുടെ മഹത്വം, അതിന്റെ പരിശുദ്ധി, അത് നന്നാക്കേണ്ട ചുമതല നമുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയാൻ, സലാം മടക്കാൻ, തങ്ങളെ വിളിക്കാൻ, ഉത്തരം കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് തങ്ങളെ കാണുന്നു, വിളിക്കുന്നു, ഉത്തരം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഉമ്മത്തിൽ സഹായത്തിന് പ്രത്യേക ആളുകളെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞല്ലോ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് 40 വർഷം ഇവിടെ കഴിയുമ്പോ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടക്കും. ഇനിയും നടക്കാനുള്ള വലിയൊരു സംഭവമുണ്ട്. നാളെ നമ്മുടെ ചർച്ചയിൽ അത് കടന്നു വരും, യജൂജിന്റെ വരവ്. ആ വരവൊക്കെ കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാം ഹജ്ജിന് പോകും, ഉംറക്ക് പോകും. അന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ പോകുന്ന ആളുകളെ എണ്ണിയ കൂട്ടത്തിൽ സഹായ സംഘങ്ങളായിട്ട് അസ്ഹാബുൽ കഹ്ഫിനെ എണ്ണിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിന് നേരത്തെ സഹായികൾ ഉണ്ടായിരുന്നു, ഹവാരിഗീൻ. ഖുർആൻ അത് പറയുന്നുണ്ട്, ഹവാരിഗീൻ, സഹായികൾ. ഓരോ നബിമാർക്കും ഓരോ സഹായിയുണ്ട്. എന്റെ സഹായിയാണ് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു സഹായ സംഘം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടാകും. ആ സംഘം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂടെ നടക്കാനും കൂടെ എല്ലാ ഭാഗത്തേക്കും പോകാനും കൂടെ ഉണ്ടാകും. അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും പോകും. ഫഇന്നഹും ലം യഹജ്ജു വലം യമൂതു, നേർക്ക് നേരെ അവർ ഹജ്ജ് ചെയ്തിട്ടില്ല, നേർക്ക് നേരെ ഒരു മരണം അവർ വരിച്ചിട്ടില്ല. അസ്ഹാബുൽ കഹ്ഫ് അവർ വലിയ സഹായത്തിന് മഹാനവറുകളുടെ കൂടെ ഉണ്ടാകും. എല്ലാ ഭാഗങ്ങളിലേക്കും സഹായത്തിന് വലിയൊരു സംഘം കൂടെ ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി വന്ന് വലിയ സമാധാനവും വലിയ സന്തോഷവും ഒക്കെ സ്ഥാപിക്കുമ്പോ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും അല്ലാഹു തആല നൽകും. ആ മഹാനുഭാവന്റെ പിറകിലായിട്ട് ആളുകൾ എല്ലാ ഭാഗത്തും നിലകൊള്ളും. എല്ലാ ഭാഗത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് വിവിധ സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ ചെയ്യുന്ന വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് ജനങ്ങൾക്കിടയിലുള്ള പ്രശ്ന പരിഹാരം. തർക്കം പരിഹരിക്കും. കുറെ തർക്കങ്ങൾ ഉണ്ടാവില്ല ആളുകൾക്കിടയിൽ, വിഷമങ്ങൾ ഉണ്ടാകും, പറഞ്ഞ് തീരാത്ത കേസുകൾ ഉണ്ടാവും. ആ കേസുകളൊക്കെ തീർത്തിട്ട് ആളുകളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് നല്ല വഴിക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഏറ്റവും നല്ല സംശുദ്ധരാക്കി മാറ്റും. വലയൂറലന്ന അലൈഹിൽ മാൽ, പല ഭാഗത്തുനിന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ആളുകൾ സമ്പത്ത് കൊടുക്കും സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫലാ യഖ്ബിൽഹു, ഒരു സമ്പത്തും മഹാനവറുകൾ സ്വീകരിക്കൂല, വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. സമ്പത്ത് വേണ്ട എന്ന് പറയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ദീനിന്റെ നിയമങ്ങൾ ഒന്ന് ഉറപ്പിക്കാനും അത് നന്നായി നിലനിർത്താനുമാണ്.
നേരത്തെ സ്വഹാബത്ത് സ്വീകരിച്ച അതേ ശൈലിയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകിൽ നിന്നുകൊണ്ട് ആളുകൾ അവിടുത്തെ കീഴിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. മഹാനവർകൾ ഇവിടെ വിധി നടത്തുന്നത് അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ഇവിടെ വിധി നടത്തും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പന പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരാള് എന്തെങ്കിലും ഒരു വിഷയത്തിന് തീരുമാനത്തിന് വന്നാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് മഹാനവറുകൾ വിധി നടത്തും. ആ വിധിയിൽ ജനങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും. മഹ്ദി ഇമാമ് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് മഹ്ദി ഇമാമ് വഫാത്താകുമ്പോ മഹ്ദി ഇമാമിന് ശേഷം പിന്നെ എല്ലാവർക്കുമുള്ള വലിയ നേതൃത്വമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വർത്തിക്കും. അപ്പൊ അതിനനുസരിച്ച് നാടും നാട്ടുകാരും നാടിന്റെ അവസ്ഥകളും ഒക്കെ മാറും. എല്ലാ അവസ്ഥകളും മാറും. അന്നത്തെ ഒരു 7 വർഷം ചിന്തിച്ചു നോക്കിയാൽ ഈ ഉമ്മത്തിൽ ഉള്ള വലിയ സവിശേഷതയായിട്ട് അല്ലാഹു തആലാക്ക് മാത്രം ഇബാദത്തെടുക്കുന്ന ജനവിഭാഗങ്ങൾ മാത്രമുള്ള ഒരവസ്ഥ. ഈ അവസ്ഥക്ക് പിന്നീട് ചെറിയ ഒരു ചേഞ്ച്, വലിയ ചേഞ്ച് വരാതെ ചെറിയൊരു ചേഞ്ച് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ വരും. 7 വർഷം ഇവിടെ പൂർത്തിയാകുമ്പോൾ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകും. മഹാനവർകളെ മറവ് ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ അടുത്താണ്. ഫയുദ്ഫനു മഈ ഫീ ഖബരി, എന്റെ ഖബറിനോട് ചാരിയിട്ട് അടുത്ത് മറവ് ചെയ്യപ്പെടും. ചില ഹദീസുകളിലൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീടാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്നുണ്ട്. ഒരു വീടിന്, ഒരു ഖബറിന് അവിടെ സ്ഥലം ചോദിച്ചപ്പോ എങ്ങനെയാണ് അവിടെ സ്ഥലം ഉണ്ടാകുക? ഞാനും എന്റെ 2 ഖലീഫമാരും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇവിടെയല്ലേ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ ചാരത്തായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖബറൊരുക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എഴുന്നേറ്റ് വരുമ്പോൾ ആഖിറത്തിലേക്ക് വിളിയാളം വരുമ്പോ ഞാനും ഈസാ നബി അലൈഹിസ്സലാമും അപ്പുറം ഇപ്പുറവും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഇടയിലായി ഞങ്ങളാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. തങ്ങൾ എഴുന്നേൽക്കുന്നു. ആദ്യം അവ്വലുമൻ തൻശഖ്വൻഹുൽ അർള്, പിന്നെ അതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും എഴുന്നേൽക്കുന്നു. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമാണ് കിടക്കുന്നത് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, അവർ എഴുന്നേൽക്കുന്നു. പിന്നെ എങ്ങനെ വിളി എത്തുന്നതനുസരിച്ച് ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ള ആളുകൾ എഴുന്നേൽക്കും. മദീനയിലുള്ള ആളുകൾക്ക് അതിൽ മുൻഗണന ഉണ്ട്. എല്ലാ വിഷയത്തിലും മുൻഗണന ഉള്ളതുപോലെ ഈ വിഷയത്തിലും അവർക്ക് വലിയ മുൻഗണനയുണ്ട്. ബഹുമാനപ്പെട്ട മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പോരാട്ടം നടത്തുന്ന ആ ഘട്ടത്തിലും ആളുകളുടെ ഇടയിൽ ഉള്ള അധർമ്മങ്ങൾ മുഴുവനും തുടച്ചു നീക്കി നീതിയും ധർമ്മവും സ്ഥാപിച്ച് ജനങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സ്നേഹവും ചൊരിഞ്ഞ് എല്ലാ ആളുകളുടെയും സമാധാനത്തോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെ മഹാനവറുകൾ ഇവിടെ വളർത്തും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് ഈ ഉമ്മത്തിന് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ലൻ തഗ്ലിക ഉമ്മത്തുൻ അന അവ്വലുഹാ വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ വൽ മഹ്ദി ഫീ വസ്തിഹാ. ഒരു ഉമ്മത്ത് ഒരിക്കലും നശിക്കൂല, ഞാനാണ് അതിന്റെ തുടക്കത്തിലുള്ളത്. അതിന്റെ നടുവിലുള്ളത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ അവസാനത്തിൽ വരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ഇവിടെ വലിയൊരു മറുപടി ഉണ്ടാകും ഈസാ നബി അലൈഹി സ്വലാമിനെ ആരാധിക്കുന്ന ആളുകൾക്ക്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ പേരിന്റെ കൂടെ നമ്മളൊരു മസീഹ് കാണുന്നില്ലേ? എന്താണ് ആ മസീഹിന്റെ അർത്ഥം? 23 അർത്ഥങ്ങൾ, അത് വിശദീകരിക്കാൻ കഴിയൂല കേട്ടോ, നേരല്ല. 23 അർത്ഥങ്ങളാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതിന് കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായും ഒന്ന്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് അസുഖമുള്ള ആളുകളെ ഒന്ന് സ്പർശിച്ചാലും ഒന്ന് തടവിയാലും ശിഫ ലഭിക്കും. അതാണ് ആ മസീഹിന് ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, മഹാനവറുകളുടെ കാൽപാദം, നമ്മളെ കാലിങ്ങനെ നടുവിൽ ഇങ്ങനെ ഒരു കുഴിയായിട്ടാണുള്ളത്. നടുഭാഗത്തൊരു കുഴിയില്ലേ? അങ്ങനല്ല, നേർക്ക് നേരെയാണ്. അവിടെ ഇങ്ങനെ ഒരു തടവൽ വന്ന് നേർക്ക് നേരെയാണുള്ളത്. അതല്ല, ജീവിതത്തിൽ ആദ്യം തന്നെ വലിയ പുണ്യമുള്ള മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
സ്പർശനം ലഭിച്ച മഹാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയും റിപ്പോർട്ട് ചെയ്ത് കാണും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സഞ്ചാരവും ഈ സമ്പർക്കവുമൊക്കെ ഈ ഉമ്മത്തിന് വലിയ ഖൈറാണ്. എല്ലാ ഭാഗത്തേക്കും എത്തി നീതിയും നന്മയും സ്ഥാപിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഇടം നേടി വലിയ മഹത്വമുള്ള ആളായി ഈ ഉമ്മത്തിലെ ആളുകൾക്ക് വലിയ നീതിയും സമാധാനവും ചൊരിഞ്ഞ് ആളുകൾക്കിടയിൽ ഏറ്റവും നല്ല സന്തോഷകരമായ അവസ്ഥ സ്ഥാപിച്ച് നല്ല സലാമത്തും റാഹത്തും നൽകി മുമ്പൊരിക്കലും കാണാത്ത രൂപത്തിൽ ഈ ഉമ്മത്തിനെ സംശുദ്ധമാക്കും, പരിശുദ്ധമാക്കും. ദജ്ജാല് പല ഭാഗത്തും ഇറങ്ങി ഫിത്നയുണ്ടാക്കിയ ഫിത്നകളൊക്കെ അവസാനിക്കും. ഭൂമിയിൽ അല്ലാഹു തആലക്ക് മാത്രം ഇബാദത്തെടുക്കുന്ന ഒരവസ്ഥ അത് ഈ ഉമ്മത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്, വേറെ ആരില്ല. ഈ ഉമ്മത്തിൽ അങ്ങനത്തെ ഒരു പ്രത്യേക ബഹുമാനം അള്ളാഹു തരികയാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന ഒരു അവസ്ഥ, വേറുള്ള ആരാധനകളും മറ്റുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് എല്ലാ ആളുകളുടെയും സുജൂദ് റബ്ബുൽ ആലമീനിലേക്ക് മാത്രം മാറുന്ന ഏറ്റവും നല്ല നീതിയും ധർമ്മവും ബോധവും സ്ഥാപിക്കുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വരവ്, അതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവ് ഖിയാമത്ത് നാളിനുള്ള നല്ലൊരു അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ, അതിൽ സംശയിക്കരുത്. അള്ളാഹു ഒരു അടയാളമാക്കി പഠിപ്പിച്ചതാണ്. അള്ളാഹു തആല പറഞ്ഞതാണ് ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവ് വലിയൊരു അടയാളമാണ്. ആ അടയാളം ലോകത്ത് നടക്കും, ആ അടയാളം ലോകത്ത് വരും, എല്ലാവരും അത് സ്വീകരിക്കും. ഖിയാമത്ത് നാളിനോട് അടുത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയൊരു അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ വത്തബിയൂൻ, നിങ്ങൾ അതിൽ സംശയിക്കരുത്, നിങ്ങൾ എന്റെ മാർഗം സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളും അവസാനിച്ച് ഇല്ലൽ ഇസ്ലാം, ഇസ്ലാം മാത്രം, ഇസ്ലാമിന്റെ പ്രസ്ഥാനം മാത്രമായി ലോകത്ത് നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന അധസ്ഥിത വിഭാഗങ്ങളായി പല ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പീഡനങ്ങളൊക്കെ അതുവരെ തുടർന്നിട്ടുണ്ടാകും. പക്ഷേ മഹ്ദി ഇമാം വരുമ്പോഴും ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവിലും അവർക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു സന്തോഷം സ്വീകരിക്കുന്ന ആളുകൾ പലരും ലോകത്ത് വരുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച് അവിടുത്തെ വിവരങ്ങൾ കൈമാറി പഠിക്കാൻ ഈ സമയം ഉപയോഗിച്ചത് നമ്മൾ ഇനിയും ഉപയോഗപ്പെടുത്തുന്നത് നല്ല അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കും.